എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. യൂട്യൂബ് ഉപയോഗിക്കാനുള്ള കുറച്ച് എളുപ്പ വഴികൾ കൂട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് വളരെ അത്യാവശ്യമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക. അപ്പോൾ ആദ്യമായിട്ട് മൊബൈലിൽ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ മുകളിലുള്ള 3 കുത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സൈൻ ഇൻ എന്ന് കാണാം. അപ്പോൾ ഈ സൈൻ ഇൻ കൊടുത്തിട്ട് നമുക്ക് ഏറ്റവും യൂട്യൂബിൽ സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ അതിന് നമുക്കൊരു ഗൂഗിൾ അക്കൗണ്ടാണ് ആവശ്യം. അപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങൾ ജിമെയിൽ അക്കൗണ്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് യൂട്യൂബിൻ്റേതായ എല്ലാ ഫെസിലിറ്റികളും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ഒരു അക്കൗണ്ട് വെച്ചിട്ട് ഞാൻ ലോഗിൻ ചെയ്തിട്ടാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ ഫസ്റ്റിൽ തന്നെ ഒരു വീഡിയോ എങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ, അത് കറക്റ്റായിട്ടുള്ളൊരു വീഡിയോ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നൈറ്റി സ്റ്റിച്ചിങ് മലയാളം എന്ന് പറഞ്ഞിട്ടതിൽ ഒരു സെർച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നോക്കുക, സെർച്ച് റിസൾട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വന്നിട്ടുള്ളത് ഇതിലുള്ള മൊത്തം മലയാളം നൈറ്റികളുടെ റിസൾട്ടാണ് ഈ താഴത്ത് കാണുന്നത് മുഴുവൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിത് ഫിൽട്ടർ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഏറ്റവും പുതിയത് തൊട്ട് ഇതിലുള്ള ഫുൾ വീഡിയോസ് എങ്ങനെ കാണാമെന്നുള്ളത്. അപ്പോൾ നോക്കുക, ഏറ്റവും ആദ്യമായിട്ട് ഈ റൈറ്റ് സൈഡ് ഈ കോർണറിലുള്ള ഈ ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാനൽ വരും. ഇത് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷനുകളാണ്. അപ്പോൾ ഏറ്റവും ഫസ്റ്റിൽ റെലവൻസ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടു അപ്ലോഡ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നോക്കുക, അതിൽ നമുക്ക് 6 ഓപ്ഷൻ ഉണ്ട്. ഓൾ ടൈം ഉണ്ട്, അതുപോലെ ലാസ്റ്റ് അവർ, ടുഡേ, ദിസ് വീക്ക്, ദിസ് മന്ത് ആൻഡ് ദിസ് ഇയർ. അപ്പോൾ ഇങ്ങനെ 6 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പുതിയത് തൊട്ട് ഇതിലുള്ള മുഴുവൻ വീഡിയോസും കാണാനുള്ള ഓപ്ഷനാണിത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് അവർ എന്ന് കൊടുത്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വല്ലവരും അപ്ലോഡ് ചെയ്തിട്ട് നമുക്കത് കിട്ടും. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്കത് കിട്ടില്ല, അപ്പോൾ റിസൾട്ട് ഇല്ല. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞാൽ ടുഡേ എന്നുള്ള ഓപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ വന്നിട്ടുണ്ട്, പക്ഷേ അത് ഇതല്ല, കറക്റ്റ് അല്ല. അപ്പോൾ അതിനുശേഷം നോക്കുക, നമുക്ക് ദിസ് വീക്ക് എന്നുള്ളത് നോക്കുക. അപ്പോൾ അതിലും നമുക്ക് ഒന്നും തന്നെ വന്നിട്ടില്ല. നൈറ്റികളുടേതായ വീഡിയോസ് ഒന്നും തന്നെ വന്നിട്ടില്ല. ഇതിൽ 2 നൈറ്റി ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ അത് മലയാളം അല്ല. അപ്പോൾ നമുക്ക് ഇനി ദിസ് മന്തിൽ പോയി നോക്കുക. ദിസ് മന്തിൽ പോയി നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ 2 വീഡിയോ ഇവിടെ കാണാണ്ട്, മലയാളം വീഡിയോ. അപ്പോൾ ബാക്കി താഴത്ത് കാണുന്നതൊന്നും നൈറ്റി വീഡിയോകളോ അല്ല, മലയാളം വീഡിയോസ് എന്നുള്ള ആ ഒരു ടാഗിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നൈറ്റി വീഡിയോ നമുക്ക് കിട്ടി. ഇനി നമ്മൾ നോക്കുക, ദിസ് ഇയർ എന്ന് നോക്കി കഴിഞ്ഞാൽ ഈ വർഷത്തിലുള്ള മുഴുവൻ വീഡിയോസാണ് ഇതിൽ കാണുക. ഈ വർഷത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഇതിൽ കാണുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ നമുക്ക് സെലക്ട് ചെയ്ത് കാണാം. അപ്പോൾ വ്യൂ കൗണ്ട് ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പേര് കണ്ടിട്ടുള്ള വീഡിയോ കാണാം. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ വീഡിയോകൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ അതൊന്ന് സെലക്ട് ചെയ്ത് ഒരെണ്ണം നമുക്ക് വാച്ച് ചെയ്യാം. അപ്പോൾ ഇത് നോക്കുക, ഇതിപ്പോൾ നമ്മൾ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമുക്കിത് കാണാം, പക്ഷെ നമുക്ക് ഇപ്പോൾ കാണാൻ നമുക്ക് സമയമില്ലെങ്കിൽ നമുക്ക് ആ വീഡിയോ പിന്നെ കാണാൻ വേണ്ടി അതിൽ വാച്ച് ലേറ്റർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് ലേറ്റർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മുടെ അക്കൗണ്ടിൽ അത് സേവ് ആവും. പിന്നീട് നമുക്ക് ഒഴിവുള്ള സമയത്ത് അതിൽ നമുക്ക് ആ അക്കൗണ്ടിൽ പോയി നോക്കി കഴിഞ്ഞാൽ അത് കാണാം. അത് ഞാൻ പിന്നീട് കാണിക്കാം എങ്ങനെ കാണാമെന്നുള്ളത്. ഇനി നോക്കുക, ലൈക്ക് ചെയ്യാനും ഡിസ്ലൈക്ക് ചെയ്യാനും. അപ്പോൾ ലൈക്ക് ചെയ്യാനുള്ള ബട്ടൺ നോക്കുക, നമ്മൾ തമ്പ് അപ്പ് ആയിട്ടുള്ള ഈ ബട്ടനാണ് ലൈക്ക് ബട്ടൺ. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നീല കളറായി കഴിഞ്ഞാൽ നമ്മളത് ലൈക്ക് ചെയ്തു എന്നുള്ളത് ഉറപ്പായി. അതിൽ നമ്മൾ രണ്ടാമത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺലൈക്കായി മാറും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡബിൾ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ അത് അൺലൈക്ക്ഡ് വീഡിയോ ആവും. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈക്ക് വീഡിയോയിൽ നമ്മുടെ അക്കൗണ്ടിൽ അത് സേവ് ആയി കിടക്കും ചെയ്യും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ അൺലൈക്ക് ചെയ്യാനും പഠിച്ചു. ഇനി നമുക്കിത് ഷെയർ ചെയ്യണത് നോക്കാം. ഷെയർ ചെയ്യണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. ഈ ഷെയർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇവിടെ ഓപ്ഷനുകൾ വരും. അപ്പോൾ നമുക്ക് ഇമെയിൽ ചെയ്യാനും ലിങ്ക് കോപ്പി ചെയ്യാനും അതുപോലെ ബ്ലൂടൂത്ത്, ഹാങ് ഔട്ട്, ഫേസ്ബുക്ക്, വാട്സപ്പ് അങ്ങനെയുള്ള ഏതൊക്കെ ആപ്പുകൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ഇവിടെ കാണിക്കും. ഇപ്പോൾ അത് ഫേസ്ബുക്കും വാട്സപ്പും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കാണിക്കാത്തത്. ഇനി ഇത് നോക്കുക, ഇത് ഡൗൺലോഡ് ഓഫ്ലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 3 ഓപ്ഷൻ വരും. അതിൽ ഏത് ക്വാളിറ്റിയിലുള്ള വീഡിയോ ക്വാളിറ്റിയിലാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ
മീഡിയം ലോ ക്വാളിറ്റി തൊട്ട് ലോ മീഡിയം ഹൈ എന്ന് പറയുന്ന 3 ക്വാളിറ്റിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇനി അത് ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് താഴത്ത് കണ്ടു അത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കണ്ടു കറക്റ്റായിട്ട് നമുക്കത് കാണാം ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണത്. ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീഡിയോ എപ്പോൾ വേണമെങ്കിലും വാച്ച് ചെയ്യാം ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ. അതാണ് ഈ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ പ്രത്യേകത. രണ്ടാമത് നമുക്ക് അതിന് ഡാറ്റ കണക്ഷൻ വേണ്ട. അത് നമ്മളുടെ അക്കൗണ്ടിൽ മൊബൈലിൽ സേവായി കിടക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ ഈ 3 ഓപ്ഷനും നമ്മൾ പഠിച്ചു. ലൈക്ക് പഠിച്ചു, ഷെയർ പഠിച്ചു, അതുപോലെ ഡൗൺലോഡും നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കമൻറ്റ് ചെയ്യാനാണ് പഠിക്കേണ്ടത്. കമൻറ്റ് ചെയ്യണമെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഏറ്റവും താഴത്തേക്ക് പോകണം. കണ്ടു ഏറ്റവും താഴത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ കാണാം ആഡ് എ പബ്ലിക് കമൻറ്റ്. ഈ ലിങ്കിലാണ് നമ്മൾ കമൻറ്റ് ചെയ്യേണ്ടത്. ഇവിടെയാണ് നമ്മൾ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എന്താണോ മെസ്സേജ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ചാനലിൻ്റെ ഓണർക്ക് ആ മെസ്സേജ് പോവാണ്. കണ്ടു. അപ്പോൾ ആ മെസ്സേജ് നമുക്കിനിയിപ്പോൾ അവിടെ കാണാം നമ്മളിപ്പോൾ ചെയ്ത മെസ്സേജ്. ഇനി നമുക്ക് അത് ഒന്ന് എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നോക്കുക അത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. നമ്മളൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാം. നമുക്ക് ഇത് ഈ 3 കുത്തുന്ന ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കമൻറ്റ് രണ്ടാമത് എഡിറ്റ് ചെയ്യാം. അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് രണ്ടാമത് ടൈപ്പ് ചെയ്യണമെങ്കിൽ രണ്ടാമത് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്ത് നമുക്ക് ആദ്യം സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ചാനലിൽ ഇങ്ങനെ തന്നെയാണ് നിങ്ങളുടെ കമൻറ്റ് കാണുള്ളൂ, അല്ലാതെ പഴയ കമൻറ്റ് കാണില്ല. കമൻറ്റ് നമ്മൾ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ പുതിയ കമൻറ്റാണ് പിന്നെ അവിടെ കാണിക്കുക. മനസ്സിലായി? അപ്പോൾ ഇപ്പോൾ കാണുന്ന കണ്ടില്ല, ഇപ്പോൾ ആ ഫുൾ കമൻറ്റായി ഇപ്പോൾ കാണുന്നത്. ഇനി നമുക്കിത് ഡിലീറ്റ് ചെയ്യണമെങ്കിലും ഇതുപോലെ തന്നെ ഓപ്ഷൻ ഉണ്ട്. ആ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത കമൻറ്റ് അങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും നമ്മൾ പഠിച്ചു. ഇതുപോലെയാണ് നമ്മൾ കമൻറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ മറ്റുള്ളവരുടെ കമൻറ്റിൻ്റെ താഴെ പോയിട്ട് നിങ്ങൾ ഒരിക്കലും കമൻറ്റ് ചെയ്യരുത്. പലരും ചെയ്യുന്ന ഒരു രീതിയാണ്, അത് വളരെ തെറ്റായ രീതിയാണ്. അപ്പോൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെല്ലാത്തിനും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ജിമെയിൽ അക്കൗണ്ടിൽ നിങ്ങൾ ഇത് ലോഗിൻ ചെയ്തിട്ടുണ്ടാവണം. ഇനി അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ് നമ്മൾ വാച്ച് ചെയ്യുന്ന വീഡിയോയുടെ ക്വാളിറ്റി നമുക്ക് കൂട്ടിയും കുറച്ചും ഇടാം. അത് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഡാറ്റ നമുക്ക് കുറവും കൂടും ആയിട്ട് യൂസ് ആവും. അപ്പോൾ അത് ക്വാളിറ്റി കുറച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഡാറ്റ ചാർജ് കുറയും, ഡാറ്റ യൂസേജ് നമുക്ക് കുറയും. അതുപോലെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഡാറ്റ യൂസേജ് നമ്മുടെ കൂടും. പക്ഷേ ക്ലാരിറ്റി ഹൈ ക്ലാരിറ്റിയിലുള്ള HD വീഡിയോകളായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ആ ക്വാളിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് കാണുന്ന സമയത്ത് നമുക്ക് ആ രീതിയിൽ ആണ് ഇതിൽ വീഡിയോ കാണുള്ളൂ. അപ്പോൾ നമുക്ക് ഡാറ്റ ചിലവ് കുറയ്ക്കാനുള്ള ഒരു ഉപാധിയാണിത്. അപ്പോൾ ഇനി നമുക്ക് നോക്കുക, ഒരു ചാനലിൻ്റെ ഒരു വീഡിയോ കണ്ടുപിടിക്കാൻ, ഒരു ചാനൽ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത് നോക്കുക. ഏറ്റവും ആദ്യം നമ്മളിവിടെ ചാനലിൻ്റെ പേര് നമുക്ക് അറിയുന്നൊരു പേരാണ്, ചാനലിൻ്റെ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെർച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ നോക്കുക, ആ ചാനലിൻ്റെ ആ പേരിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ റിസൾട്ട് വന്നു. അപ്പോൾ ആ ചാനലിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇതിപ്പോൾ ആ ചാനലിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി. ഇതാണ് ആ ചാനൽ. Emode Casuals എന്ന് പറഞ്ഞാൽ ആ ചാനലാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇതുപോലെ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബ്ഡ് ആവും. അത് കഴിഞ്ഞിട്ട് നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനലിൽ ഏത് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ അപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഇനി നമുക്ക് ഈ ചാനലിലുള്ള വീഡിയോകൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിൻ്റെ ഓപ്ഷനാണ് അടുത്തത്. നോക്കുക, നമ്മൾ ഇത് ഹോം പേജാണ്. ഹോം പേജിൽ നമുക്ക് ഇതുപോലെയാണ് വീഡിയോകൾ കാണുക. പോപ്പുലർ അപ്ലോഡ്സ് അതുപോലെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് നമുക്കിതിൽ കാണുക. അപ്പോൾ ഇതിൽ നോക്കുക, വീഡിയോസ് എന്നുള്ള ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ചാനലിൽ ഉള്ള മുഴുവൻ വീഡിയോകളും നമുക്ക് ഇവിടെ കാണാം. ഏത് ചാനലാണോ ആ ചാനലിലത്തെ മുഴുവൻ വീഡിയോയും നമുക്ക് ഇതുപോലെ കാണാം. നമുക്ക് അതിൽ നിന്ന് സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ സെലക്ട് ചെയ്ത് കാണാം. അതുപോലെ തന്നെ പിന്നത്തെ ഒരു ഓപ്ഷനാണ് പ്ലേലിസ്റ്റ്. അടുത്ത ലിങ്കാണിത്, പ്ലേലിസ്റ്റ്.
ഈ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലുകാർ ഈ വീഡിയോകളെല്ലാം അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവും, ഓരോ ഗ്രൂപ്പായി തരംതിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ആ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വീഡിയോ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇതൊക്കെയാണ് നമുക്ക് ടൈം സേവിങ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ പലർക്കും വെറുതെ സെർച്ച് ചെയ്ത് നമ്മൾ ടൈം കളയാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനുകളാണ് ഈ രണ്ട് ഓപ്ഷൻ, വീഡിയോസ് എന്നുള്ള ഓപ്ഷനും അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് എന്നുള്ള ഓപ്ഷനും. അപ്പോൾ ഇതിൽ ഒരു പ്ലേലിസ്റ്റിന് എങ്ങനെ വീഡിയോ നമ്മൾ കാണുന്നത് നോക്കാം. അപ്പോൾ ഇതിൽ നോക്കുക, ഇതിൽ ഒരു പ്ലേലിസ്റ്റിൽ 2 വീഡിയോ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ആ 2 വീഡിയോ മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത്. പ്ലേലിസ്റ്റിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഏത് വീഡിയോ വേണമെങ്കിലും കാണാം. നമുക്ക് സമയം വളരെയധികം ലാഭിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഓപ്ഷനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നോക്കുക, ഇനി അടുത്ത ഒരു ഓപ്ഷനാണ് പ്ലേലിസ്റ്റ് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി. ഈ കമ്മ്യൂണിറ്റി എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനലിൽ ഇട്ടിട്ടുള്ള മെസ്സേജുകൾ കിട്ടും. എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവും. അതുപോലെ അവർക്ക് വേറെ ചാനലുണ്ടെങ്കിൽ അത് ഇട്ടുണ്ടെങ്കിൽ അതുണ്ടാവും. അതുപോലെ ഈ എബൌട്ട് എന്നുള്ള ഇതടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ചാനലിനെ കുറിച്ചിട്ടുള്ള അവർ കൊടുത്തിട്ടുള്ള ഇതായ ഡീറ്റെയിൽ കിട്ടും. നമുക്ക് അവരുടെ ഇമെയിൽ ID അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ പോയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ചാനലിൽ നിന്ന് വീഡിയോ കണ്ടുപിടിക്കാൻ വേണ്ടത്. ഇനി നമ്മൾ ബാക്ക് പോയി യൂട്യൂബ് ഹോം പേജിലേക്ക് എത്തിയപ്പോൾ യൂട്യൂബ് ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ ഇത് നോക്കുക, ഇത് ആ ഹോം ബട്ടനാണ് ആക്റ്റീവായി കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബട്ടൺ നോക്കുക, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രെൻഡിങ് വീഡിയോസ്, അതായത് ഇപ്പോൾ യൂട്യൂബിൽ ഏറ്റവും അധികം പേര് കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകളാണ് ഈ ട്രെൻഡിങ് വീഡിയോസിൽ വരിക. അത് കഴിഞ്ഞിട്ട് നോക്കുക ലൈബ്രറി. ഈ ലൈബ്രറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ചെയ്തിട്ടുള്ള വീഡിയോകളും നമ്മൾ ഏത് ഒക്കെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ അതുമാണ് ഇവിടെ കാണിക്കുക. അപ്പോൾ ഇവിടെ 2 ചാനൽ നെയിമും അതുപോലെ തന്നെ അതിലത്തെ വീഡിയോകളാണ് ഇവിടെ താഴ്ത്ത് കാണിക്കുന്നത്. ഇനി നോക്കുക, ഈ മൈ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടു ഇവിടെ വാച്ച് ലേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ സേവ് ചെയ്തിട്ടുള്ള വാച്ച് ലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. അതുപോലെ തന്നെ ലൈക്ക്ഡ് ഓഫ്ലൈൻ വീഡിയോസ് കണ്ടത്, ഡൗൺലോഡ് വീഡിയോസാണ് ഈ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ഡൗൺലോഡ് ചെയ്ത വീഡിയോ. അപ്പോൾ അതും നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് കാണാം. ഇനി നമുക്കത് കാണണമെങ്കിൽ ഡാറ്റ നമുക്ക് ആവശ്യമില്ല, ഡാറ്റയുടെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാലും ഈ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. ഇനി അതുപോലെ തന്നെ നോക്കുക, ലൈക്ക്ഡ് വീഡിയോ എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ എത്ര വീഡിയോ ഏതൊക്കെ ചാനലിൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ട് ആ ലിസ്റ്റ് മുഴുവൻ നമുക്ക് ഇവിടെ ഇതുപോലെ വന്ന് കിടക്കും. അപ്പോൾ നമുക്ക് ഇതിന്ന് ഡയറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ പോയി കാണാം. ഇനി അടുത്ത ഒരു ഓപ്ഷൻ നോക്കുക, സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾ ഇവിടെ നോക്കുക പ്രൈവസി എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. ഈ പ്രൈവസി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ഓപ്ഷൻ ഉണ്ട് മുകളിൽ കാണുന്നത്. ഇത് രണ്ടും നമ്മൾ സെർച്ച് ചെയ്ത ഹിസ്റ്ററികൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ സാധാരണ ബ്രൗസറുകളിൽ ചെയ്യുന്ന അതേപോലെ തന്നെ ഹിസ്റ്ററി നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ വീഡിയോ സെർച്ച് ചെയ്തു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഡിലീറ്റ് ആയി പോകും. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ നോക്കുക, ഈ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് നോക്കുക ഈ ഓപ്ഷനുകളൊക്കെ ആക്ടിവേറ്റ് ആയിട്ടാണോ കിടക്കുന്നത് നോക്കുക. അത് അല്ല എങ്കിൽ അത് ശ്രദ്ധിക്കുക. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷനുകൾ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം, അതുപോലെ ഡീആക്ടിവേറ്റ് ചെയ്യാം. ഇതിൽ നോക്കുക, ഇതിൽ കണ്ടു ഈ രണ്ടാമത് ഒരു ഓപ്ഷൻ ഉണ്ട് ചാനൽ സെറ്റിംഗ്. ഈ ചാനൽ സെറ്റിംഗ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനലുകളും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഐക്കണാണ് ഈ കാണുന്നത്. അപ്പോൾ ബെല്ലൈക്കൺ ഇവിടെ ആക്റ്റീവ് ആണ് എങ്കിൽ ഇവിടെ കാണാം, അതല്ലെങ്കിലും ഇവിടെ കാണാം. അപ്പോൾ ഇവിടുത്തെ നിങ്ങൾക്ക് അത് ആക്ടിവേറ്റ് ചെയ്യും ചെയ്യാം, അത് ഡീആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏതെങ്കിലും ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണില്ലെങ്കിൽ ഈ ഇവിടെ വന്ന് നമ്മൾ ഈ ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് രണ്ടാമത് കിട്ടി തുടങ്ങും. ഇനി നോക്കുക, ഇതിൽ നമ്മൾ ഈ ഓഫ്ലൈൻ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുക. കണ്ടു. അപ്പോൾ ഇതിലത്തെ ഓപ്ഷൻ നോക്കുക, വീഡിയോ ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഇത് കണ്ടു മെമ്മറി കാർഡിൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്.
അതുപോലെ തന്നെ ഇത് വൈഫൈയിൽ മാത്രം ഡൗൺലോഡ് ആവാനുള്ള ഓപ്ഷനാണത്. അപ്പോൾ അത് നമ്മളുടെ ആവശ്യാനുസരണം നമുക്ക് ചെയ്യാം. ഇത് നോക്കാം, നമ്മളൊരു ചാനലിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ചാനലിലേക്ക് നമുക്ക് എങ്ങനെ കയറാം. നമ്മളിപ്പോൾ ഈ വീഡിയോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോയുടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ആ ചാനലിൻ്റെ ലോഗോ ഉണ്ടാവും, അതുപോലെ തന്നെ ചാനലിൻ്റെ പേരും താഴെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്കിത് ഇവിടെ താഴെ കാണാം, ഇവിടെ ഇമോഡ് കാഷ്വൽസ് എന്നുള്ള ആ പേരും കാണാം, അതിൻ്റെ ലോഗോവും കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടു ഡയറക്റ്റ് ആ ചാനലിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞു. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. അവിടുന്ന് നമുക്ക് എല്ലാ വീഡിയോസും നമുക്ക് കണ്ടുപിടിക്കാം, പ്ലേലിസ്റ്റ് വീഡിയോസ്, അതുപോലെ തന്നെ ആ ചാനലിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കാണാവുന്ന കാര്യമുള്ളൂ. അതുപോലെ തന്നെ ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ലൈക്കും ഡിസ്ലൈക്കും ചെയ്യുമ്പോൾ തെറ്റിപ്പോയി ഡിസ്ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കുക. ഈ തമ്പ് താഴത്തേക്ക് വന്നിട്ടുള്ള ഡിസ്ലൈക്കും ആണ്. അതുപോലെ തന്നെ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഏതുമിലാണെന്ന്. ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ആയതാണെങ്കിൽ അത് ബ്ലൂ കളറായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ കഴിയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. സംശയമുള്ളവർ രണ്ടാമത് ഒന്നും കൂടി വീഡിയോ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.